പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടിലെ ഒരു പുതിയ വാർത്തയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കാണുക. ഗ്രാമപഞ്ചായത്ത് ക്ലീൻ കൂട്ടിക്കൽ ഗ്രീൻ കൂട്ടിക്കൽ എന്ന ലക്ഷ്യത്തോടു കൂടി മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായിട്ട് വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വേസ്റ്റ് ബിന്നിൽ പ്ലാസ്റ്റിക് കുപ്പികൾ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കൂടുകളൊക്കെയാണ് നിക്ഷേപിക്കേണ്ടത്. മറ്റ് ജൈവ മാലിന്യങ്ങളൊന്നും ഇതിൽ നിക്ഷേപിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ ശുദ്ധമായ വായുവും ജലവും ഒക്കെ ലഭിക്കുന്നത് പോലെ തന്നെ അതിനെ ശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള മാലിന്യ സംഭരണ കുന്നുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് നിറയുന്ന മുറയ്ക്ക് ഇതിൽ നിന്നും നമ്മുടെ പഞ്ചായത്തിൻ്റെ വണ്ടി വന്ന ഈ മാലിന്യം എടുത്ത് സംസ്കരിക്കുന്ന മേഖലയിലേക്ക് മാറ്റും. ആയതിനാൽ ആളുകൾ ഇത് വലിച്ചെറിയാതെ സംഭരണികളിൽ തന്നെ സൂക്ഷിക്കണം എന്നാണ് അറിയിക്കാനുള്ളത്. ആത്തുമല ഭാഗത്ത് പഞ്ചായത്തിൻ്റെ MCF വളരെ വേഗത്തിൽ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നലെ എല്ലാ വാർഡുകളിലും മിനി MCFകൾ സൗകര്യപ്രദമായ സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. മാലിന്യം വലിച്ചെറിയാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. മിനി MCF എന്ന് പറയുന്നത് സംസ്കരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് വെക്കുന്നത്. അതുപോലെ തന്നെ വലിയ MCF മാത്തുമലയിൽ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വാർഡുകളിലെയും മാലിന്യങ്ങൾ അവിടേക്ക് കൊണ്ടുപോയി അവിടെ നിന്നാണ് ക്ലീൻ കേരള കമ്പനിക്ക് പ്ലാസ്റ്റിക് നമ്മൾ കൊടുത്തു വിടുന്നത്. മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി ഗവൺമെൻറ് നടപ്പിലാക്കുന്ന നമ്മുടെ ടൗൺ ഏരിയകളിൽ എല്ലാ സ്ഥലങ്ങളിലും നമുക്കറിയാം ഇപ്പോൾ മാലിന്യം വലിയൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് കടക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന മാലിന്യം, അതിന് പ്രത്യേകിച്ച് നമ്മുടെ പ്ലാസ്റ്റിക്, അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം ഇടുന്ന ഒരു ബോക്സാണ് ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ കടക്കാരും മറ്റു നാട്ടുകാരും എല്ലാം ഇതിനോട് സഹകരിക്കണം. ഇത് വീടാന്തരങ്ങൾ കയറി നമ്മുടെ ഹരിത കർമ്മസേനക്കാർ മറ്റ് രീതിയിലുള്ള വസ്തുക്കൾ അവർ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അതിനുപരിയായിട്ട് ടൗൺ ഏരിയയിൽ ഉണ്ടാകുന്ന പ്ലാസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കുപ്പിയായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള മാലിന്യങ്ങൾ അതൊരു പരിധി വരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഏഞ്ചാറ് ടൗണിൽ തന്നെ ഏതാണ്ട് 18 ബോക്സാണ് ഫിറ്റ് ചെയ്യുന്നത്. എല്ലാ വാർഡുകളിലും ഉണ്ട്. അത് കൂടുതലായിട്ട് ടൗൺ ഏരിയയിലാണ്. കൂട്ടിക്കൽ, ഏഞ്ചാറ്, ഇളങ്കാട് എന്ന രീതിയിലുള്ള ടൗണിൽ കൂടുതലായിട്ടുള്ള ബോക്സുകൾ ഫിറ്റ് ചെയ്യുകയാണ്. അത് എല്ലാ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇതിൻ്റെ ഹരിതകർമ്മ സേനയുടെ ആളുകളോ അല്ലെങ്കിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ആളുകളെ നിയമിക്കാൻ പോവുകയാണ്. അത് ഇവിടുന്ന് മാറ്റി കൊണ്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും കടക്കാരും നാട്ടുകാരും ഇക്കാര്യത്തിൽ സഹകരിക്കണമെന്ന് പ്രത്യേകിച്ച് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കളക്ട് ചെയ്യുന്നതിന് ഭാഗമായിട്ടുള്ള വേസ്റ്റ് ബിന്നുകളാണ് ഇപ്പോൾ ഇവിടെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ 100 കണക്കിന് സ്ഥലങ്ങളിലായിട്ട് ഇത് സ്ഥാപിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലൊക്കെ ഈ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചുകൊണ്ട് പ്ലാസ്റ്റിക് കളക്ട് ചെയ്ത് നമുക്കത് ഏറ്റവും നല്ല രീതിയിൽ സുതാര്യമായിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ സംസ്കരിക്കുവാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ക്രിയാത്മകമായ ഇടപെടൽ ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരും ആ കാര്യത്തിൽ സഹകരിക്കണം എന്നത് പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകം എല്ലാവരുമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് ഈ കാര്യം എന്നുള്ള ഓർമ്മ വേണം. ഓരോരുത്തരും അവരവരുടെ വേസ്റ്റ് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി അത് സംസ്കരിക്കുവാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങി നിന്ന് ചെയ്യണം എന്നുള്ള കാര്യം എല്ലാവരുടെയും ഓർമ്മയിലേക്കായി പ്രത്യേകം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തുന്ന ഒരു പദ്ധതിയാണ്. നമ്മൾ കഴിഞ്ഞ വർഷം മാലിന്യ സംസ്കരണമായിട്ട് നിരവധി കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി. ഹരിതകർമ്മസേനയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടി പഞ്ചായത്ത് തലത്തിൽ സ്വന്തമായ വാഹനം ഒക്കെ വാങ്ങിച്ച് ആളുകളുടെ ഒരു വലിച്ചെറിയൽ മനോഭാവം മാറ്റിക്കൊണ്ട് അവർക്ക് നിക്ഷേപിക്കാനുള്ള, പ്രത്യേകിച്ച് ഏഞ്ചാറ് ടൗണിലൊക്കെ നമ്മൾ 20ഓളം ബിന്നുകളാണ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. പഞ്ചായത്തിൻ്റെ ഏറ്റവും ജനസാന്ദ്രതയുള്ള മേഖലകളിൽ നമ്മളത് എല്ലാ മേഖലകളിലും ഇത് സ്ഥാപിക്കുന്നുണ്ട്.